ഹലോ ഓൾ വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ ഒരു ടെക്സ്റ്റേർഡ് പെയിൻറ്റിംഗ് ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ വീട്ടിലെങ്ങനെ സിമ്പിളായിട്ട് നമുക്ക് ടെക്സ്റ്റേർഡ് ആർട്ട് ചെയ്യാമെന്നാണ് നോക്കുന്നത്. അതിന് നിങ്ങൾക്ക് വേണ്ട ക്യാൻവാസ് ബോർഡ് എടുക്കാം. നിങ്ങൾക്ക് ഏത് സൈസിൽ വേണ്ട ക്യാൻവാസ് ബോർഡും ചൂസ് ചെയ്യാം. ഞാനിവിടെ ഫൈൻ ആർട്സിൻ്റെ ക്യാൻവാസ് ബോർഡാണ് ചൂസ് ചെയ്തിട്ടുള്ളത്. നെക്സ്റ്റ് നമുക്ക് ഇഷ്ടമുള്ള ഒരു പിക്ചർ നമ്മളിതിൽ വരയ്ക്കുകയാണ് ചെയ്യേണ്ടത്. ഇപ്പോൾ ഞാനിവിടെ കോമൺ ആയിട്ട് നമ്മൾ ടെക്സ്റ്റേർഡ് പെയിൻറ്റിംഗ് നമ്മൾ പിൻട്രസ്റ്റിലൊക്കെ സെർച്ച് ചെയ്യുമ്പോൾ കുറേ നമ്മൾ യൂഷ്വലി കാണുന്ന ടൈപ്പ് ഓഫ് ഒരു പിക്ചർ തന്നെയാണ് ഞാനിവിടെ റിക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. നമ്മൾ പെൻസിൽ യൂസ് ചെയ്തിട്ട് ആ പിക്ചർ അവിടെ ട്രേസ് ചെയ്യാം. നെക്സ്റ്റ് നമ്മളൊരു കപ്പ് എടുക്കണം. നമ്മളിവിടെ വാൾപുട്ടിയാണ് യൂസ് ചെയ്യുന്നത്. നമുക്ക് ആവശ്യമുള്ള അത്ര വാൾപുട്ടി നമ്മൾ ആ കപ്പിലേക്ക് ഇടാം. അപ്പോൾ നിങ്ങളെ പിക്ചറിനനുസരിച്ചിട്ട് എത്ര വാൾപുട്ടി അല്ലെങ്കിൽ എത്ര സ്ഥലത്ത് ആ ഒരു 3D ടെക്സ്ചർ വേണമെന്ന് നിങ്ങൾക്കൊരു ഐഡിയ ഉണ്ടായിരിക്കണം. അതിനനുസരിച്ച് വാൾപുട്ടി എടുക്കാം. ഞാനിപ്പോൾ ഇതിൽ ഇത്രയും അളവിലാണ് വാൾപുട്ടി എടുത്തിട്ടുള്ളത്. അതിൽ കൂടെ ഗം ഒഴിക്കാം. ഒരു തിക്ക് കൺസിസ്റ്റൻസിയുള്ള ഗമ്മ് യൂസ് ചെയ്യുക. ഫെവിക്കോൾ പോലത്തെ ഗമ്മ് യൂസ് ചെയ്യാം. എന്നിട്ട് അതിൽ കുറച്ച് വാട്ടറും കൂടെ ഒഴിച്ചിട്ട് നല്ലോണം മിക്സ് ചെയ്യാം. ലംസ് ഇല്ലാതെ മിക്സ് ചെയ്യണം. സോ കുറച്ച് ടൈം എടുത്തിട്ട് തന്നെ മിക്സ് ചെയ്യാം. നിങ്ങൾക്ക് ഏതെങ്കിലും ഡിസ്പോസിബിൾ സ്പൂണോ എന്തെങ്കിലും യൂസ് ചെയ്തിട്ട് നല്ലോണം മിക്സ് ചെയ്തിട്ട് നല്ല ക്ലീൻ ടെക്സ്ചർ ആക്കിയിട്ട് നല്ലൊരു കൺസിസ്റ്റൻസിയിലേക്ക് വാൾപുട്ടി എത്തിക്കണം. ഗമ്മും വാട്ടറും വാൾപുട്ടിയും നല്ലോണം മിക്സ് ആവണം. നിങ്ങൾക്ക് ആ ഒരു സ്റ്റിക്കി ഫീലിംഗ് ഇല്ലയെന്നാണെങ്കിൽ കുറച്ചും കൂടെ ഗമ്മ ഒഴിക്കാം. എന്നിട്ട് നല്ലോണം മിക്സ് ആവുക. ഈ ഒരു കൺസിസ്റ്റൻസിയിലേക്ക് മിക്സ് ചെയ്തിട്ട് കൊണ്ടുവരണം. സോ കൺസിസ്റ്റൻസി ഓക്കെ ആയി കഴിഞ്ഞാൽ അത് മാറ്റി വെക്കുക. നെക്സ്റ്റ് നമുക്ക് വേണ്ടത് പൈപ്പിംഗ് ബാഗാണ്. ഇതിപ്പോൾ നിങ്ങളുടെ കയ്യിൽ പൈപ്പിംഗ് ബാഗ് ഇല്ലാന്നാണെങ്കിൽ ഞാനിവിടെ യൂസ് ചെയ്ത പോലത്തെ ഏതെങ്കിലും ഒരു ചെറിയ പ്ലാസ്റ്റിക് കവർ എടുത്താലും മതി. സോ ഞാൻ അങ്ങനത്തെ ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഇവിടെ ഈ പ്ലാസ്റ്റിക് കവർ യൂസ് ചെയ്തിട്ടുള്ളത്. സോ പൈപ്പിംഗ് ബാഗ് ഉള്ളവരാണെങ്കിൽ അത് അത്രയും ബെറ്ററാണ്. അപ്പോൾ അതിലേക്ക് ഈ വാൾപുട്ടി ട്രാൻസ്ഫർ ചെയ്യാം. ഇനി ഇങ്ങനത്തെ പ്ലാസ്റ്റിക് കവറാണ് യൂസ് ചെയ്തെങ്കിൽ അത് നല്ലോണം ടൈറ്റ് ചെയ്തിട്ട് മേലെ ഒരു ഇൻസുലേഷൻ ടാപ്പ് വെച്ചിട്ട് ഒട്ടിച്ചാൽ മതി. അപ്പോൾ അതിനനുസരിച്ചിട്ട് ഒരു ഇതെടുക്കാം. എന്നിട്ട് നമ്മൾ ട്രേസ് ചെയ്ത പിക്ചറിൻ്റെ അവിടെ എവിടെയൊക്കെ നമുക്ക് ആ 3D ടെക്സ്ചർ വേണോ അവിടെയൊക്കെ നമ്മൾ ഇത് എൻഡ് കട്ട് ചെയ്തിട്ട് നമ്മൾ മെഹന്തി ഇടൂല അതുപോലെ നമ്മൾ എന്ത് ചെയ്യാം, ഈ ഒരു വാൾപുട്ടിൻ്റെ മിക്സ്ചർ അവിടേക്ക് കൊടുക്കുക. അത് അവിടെ സ്റ്റിക്കായിക്കോളും. നമുക്ക് വേണ്ട സൈഡിലൊക്കെ നമ്മളത് കവർ ചെയ്തെടുക്കാം. നിങ്ങൾക്ക് ഷെയ്ഡ് ചെയ്യുന്ന ടെക്സ്ചർ വേണമെന്നാണെങ്കിൽ ബ്രഷ് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇതുപോലെ ഷെയ്ഡിങ്ങിൻ്റെ ടെക്സ്ചർ കൊണ്ടുവരാം. ഇനി നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും മോഡലാണെങ്കിൽ പാലറ്റ് നൈഫ് യൂസ് ചെയ്യാം. അല്ലെങ്കിൽ വേറെ അതൊന്നും കയ്യിലില്ല എന്നാണെങ്കിൽ എന്തെങ്കിലും ഒരു ചെറിയ സ്റ്റിക്ക് യൂസ് ചെയ്തിട്ട് വേണ്ട ടെക്സ്ചേഴ്സ് കൊണ്ടുവരാം. ഞാനിപ്പോൾ ഇതിൽ ബോർഡേഴ്സ് മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ. നിങ്ങളെ പിക്ചറിനനുസരിച്ചിട്ടുള്ള ഡിസൈന് നിങ്ങൾക്ക് വാൾപുട്ടി യൂസ് ചെയ്തിട്ട് തന്നെ ക്യാൻവാസിൽ കൊണ്ടുവരാം. ഓക്കെ, ഇപ്പോൾ പിക്ചർ കംപ്ലീറ്റ് നമുക്ക് വേണ്ട രീതിയിൽ വരച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി അത് ഡ്രൈ ആക്കാൻ വെക്കാം. ഓൾമോസ്റ്റ് 1 day ഡ്രൈ ആക്കാൻ വെക്കാം. അതിൻ്റെ ശേഷം മാത്രം അതിൽ പെയിൻറ്റ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്താൽ മതി. ഇപ്പം ഞാൻ ഓൾമോസ്റ്റ് 1 day അത് ഡ്രൈ ആക്കാൻ വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ ശേഷം നമുക്ക് വേണ്ട കളറിനനുസരിച്ചിട്ട് അക്രിലിക് പെയിൻറ്റ്സ് യൂസ് ചെയ്യാം. അക്രിലിക് പെയിൻറ്റ്സ് യൂസ് ചെയ്തിട്ട് ഒരു പെയിൻറ്റ് കൊടുക്കും.
whisper truths as they flow down. And their songs entwine with the trees that stand, knotted in time by nature's hand. Each echoing step on the forest floor opens a world through an ancient door. The silence alive, yet brimming with sound. In the arms of solitude, I am found. Oh, whispering pines, sing me your tune. Caught in the rhythm, the stars and the moon. Teach me the language of rustling leaves, stories that linger on the breath. സോ ഇതാണ് നമ്മളെ ഫൈനൽ ഔട്ട്പുട്ട് വന്നിട്ടുള്ളത്. നിങ്ങൾക്ക് ഈ 3D ആർട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.